ഹലോ സുഖല്ലേ? ഇന്നൊരു വല്ലാത്തൊരു ദിവസമായിരുന്നു. അതും ഫുള്ള് ഫുഡ് അടി. നമ്മളെല്ലാവരും കൂടിയിട്ട് നേരെ പോയത് ഷാർജയിലേക്കാണ്. ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട്. അതും 8 പേർക്ക് മാത്രമേ ഇവിടെ ഇരിക്കാനും സീറ്റുള്ളൂ. ഇതാണെങ്കിൽ ഒരു തമിഴ് ഫുഡാണ് കേട്ടോ. വടയും മസാല ദോശയും അതുപോലെ തന്നെ പൊങ്കലെല്ലാം ആയിട്ട്. ഈ പൊങ്കൽ എന്ന് പറഞ്ഞ സാധനമാണ് ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കോയമ്പത്തൂരുകാരൻ അസീസിനാണെങ്കിൽ ഇത് ഭയങ്കരത്തിൽ ഇഷ്ടപ്പെട്ടു. കാരണം ഇവരൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതെല്ലാം. ഇവനാണെങ്കിൽ കുറെ ആയി പറയുന്നത് നാട്ടിൽ നിന്ന് വന്ന പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. പിന്നെ ഇങ്ങനത്തെ ഫുഡ് കിട്ടുന്ന സ്ഥലം പിന്നെ ഞാനല്ലാതെ പിന്നെ ആര് പറഞ്ഞു കൊടുക്കാനുള്ളത് അല്ലടാ. ഞാൻ തന്നെ വേണം എല്ലാത്തിനും. എന്താ ചെയ്യാ, മഴ പെയ്തതിന്റെ എഫക്റ്റ് എല്ലാം അവിടെ കാണാനുണ്ട് കേട്ടോ. അവിടുന്ന് നേരെ നമ്മൾ സ്വന്തം പാർക്കായ അൽനാദ പോണ്ട് പാർക്കിലേക്ക് എത്തി. പിന്നെ രാവിലത്തെ ഒരു നടത്തം അത് നല്ലതല്ലേ? അല്ല പിന്നെ രാവിലെ ഈ പാർക്കിലെല്ലാം നടക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പൊ ആണെങ്കിൽ രാവിലെ തണുപ്പും പിന്നെ ആ ഒരു സൂര്യന്റെ ആ ചൂടും കിട്ടുമ്പോൾ ഇല്ല ഒരു സുഖം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സുഖം തന്നെ. മാർക്കറ്റിൽ പോയിട്ട് ചെറിയ ഉള്ളി വാങ്ങാൻ പറഞ്ഞു നമ്മളാശാന്. വരുന്ന വഴിക്കാണെങ്കിൽ ഒറ്റമീനെയും കണ്ട്. ഇതാണെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം പോയല്ലേ. ഇങ്ങനെ വിശ്വസിക്കുന്നവര് ഇപ്പോഴും ഉണ്ടാവുമായിരിക്കും അല്ലെ. വള്ളിക്കോരയാ എന്തോ ഒരു പേരുണ്ട് ഈ മീനിന്റെ. ഈ മീനാണ് ഇന്നത്തെ കറി. മീനെല്ലാം മുറിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവുന്ന മൂപ്പർ പറഞ്ഞു. നല്ല എരിവും പുളിയുള്ള ചുവന്ന മീൻകറിയും ആ സോഫ്റ്റ് ഫിഷിന്റെ ആ ചെറിയൊരു കഷ്ണം ചോറിലേക്ക് ഇട്ടിട്ട് കുറച്ച് കുഴച്ചിട്ട് തിന്നുമുണ്ടല്ലോ മോനെ. ഓ മജ. ആശാനാണെങ്കിൽ മീൻകറിയിൽ എക്സ്പേർട്ട് ആണ്, ഒന്നൊന്നര എക്സ്പേർട്ട്. കാരണം മൂപ്പർ മീന്റെ നാട്ടിലാ വന്നത്, കടപ്പുറത്ത് നിന്ന്. പിന്നെ മോര് കറി ഉണ്ടായിന്, അതും അതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചിട്ട് തിന്നുമുണ്ടല്ല. അൽഹംദുലില്ലാ. വൈകുന്നേരമായിട്ടാകുമ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ നേരെ പോയത് ബർദുബയിലേക്ക് തന്നെ. കാരണം കാഴ്ചകളിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ അതിലൂടെ തന്നെ നല്ല രസം. വലിയ ഏതോ സെലിബ്രിറ്റിന്റെ ഫോട്ടോയിൽ എടുക്കുന്നുണ്ട് ഈ മൂന്നാൾക്കാർ. ആരായിരിക്കും ഇപ്പൊ അത്? അങ്ങനെ നമ്മളെ ആ ഇടവഴികളിലൂടെ നടക്കാൻ തുടങ്ങിയിട്ടാ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ വന്നത് ഷെയ്ഖ് കോളനിയിലേക്ക്. ഏതാ പേരല്ലേ? ഷെയ്ഖ് കോളനി. ഇവിടെ 5 ദിറംസിന് നല്ലൊരു കോംബോ കിട്ടും. 4 വർഷം മുന്നേ യുഎയിലേക്ക് വന്നിട്ടാകുമ്പോ നല്ലൊരു കോംബോ കിട്ടുന്ന കടയുണ്ട് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടതിന് റൂമിലുള്ള ആൾക്കാർ. നല്ല ചൂട് നെയ്പ്പത്തിൽ നല്ലൊരു ഗ്രേവിയും പിന്നെ ഒരു ചിക്കന്റെ കഷ്ണവും കൂട്ടി തിന്നുമുണ്ടല്ല, നല്ല മജയുണ്ട് കേട്ടോ. റൂമിലെത്തിയിട്ട് ചെറുങ്ങനെയെങ്കിലും തിന്നണ്ടേ? റൂമിലെത്തിയിട്ട് നമുക്ക് നല്ല കപ്പല് റെഡി ആയിട്ടുണ്ട്. കപ്പയും മീൻകറിയും കാണുമ്പോ പിന്നെ എങ്ങനെ തിന്നാതെങ്കിൽ കുറച്ചൊക്കെ തിന്നണ്ടേ? അങ്ങനെ അതും കൂട്ടിട്ട് നല്ല രീതിയിൽ കഴിക്കാൻ തുടങ്ങി. പിന്നെയാണെങ്കിൽ വൈകുന്നേരത്തെ ഒരു പഴംപൊരി ഉണ്ടായിരുന്നു. അതും ആ മീൻകറിയും കൂട്ടിട്ട് തിന്നുമുണ്ടല്ല, വേറെ ഒരു മജ. അപ്പൊ അതെല്ലാം തോന്നിട്ട് നമ്മളെ കിടന്നിട്ടാ. അപ്പൊ ഓക്കെ ബൈ.